ആണല്ലേ? അത് നിങ്ങൾ കഴിച്ച കുഴപ്പമില്ല. അങ്ങനെയാണ് കേട്ടോ. ഹലോ ഹായ്, ഞാൻ ഉണ്ണീഷാണ്. നമ്മുടെ തിരുവനന്തപുരം വെബ് സീരീസിലെ 23ാമത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം മരുന്നുകുഴി ജംഗ്ഷനിലുള്ള ഹോട്ടൽ ആനന്ദയിലാണ് കേട്ടോ. ഒരുപാട് വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലാണ്. എൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ ഇത്രയും നാളും വീഡിയോ എടുക്കാൻ പറ്റാത്ത വേറൊന്നും കൊണ്ടല്ല, ഈ കട മറന്നു പോയതുകൊണ്ടാണ്. തിരുവനന്തപുരത്തുള്ള വെജിറ്റേറിയൻ ഫുഡുകൾ പരിചയപ്പെടുന്ന ചെറിയൊരു വെബ് സീരീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇനി സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാം. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കാണാൻ മറക്കല്ലേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്കും ഷെയറും ചെയ്യാനും മറക്കല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് വീട്ടിനടുത്ത് തന്നെ ഉണ്ടായിട്ട് വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. ഇത് നമ്മുടെ മരുതൻകുഴി ജംഗ്ഷനിൽ തന്നെയുള്ളൊരു കടയാണ്. സിറ്റിയിൽ നിന്ന് അല്പം മാറി സ്ഥിതി ചെയ്യുന്നുണ്ട്. അധികം തിരക്കൊന്നുമില്ല കേട്ടോ. രാവിലെ 6:30 മണിക്ക് ഈ ഹോട്ടലിൽ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇവിടെ വന്നാൽ ഫുഡ് കഴിക്കാൻ പറ്റും. എല്ലാവരുടെ ഒരു പരാതിയാണ്, എല്ലാത്തിനും റേറ്റ് കൂടുതലാണ്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കുഞ്ഞു റേറ്റിന് ഫുഡ് കഴിക്കാൻ പറ്റും. ഇന്ന് ഞാൻ ഇവിടുന്ന് ട്രൈ ചെയ്യുന്ന അവരുടെ മസാല ദോശയും പൂരി മസാലയാണ്. ബട്ടൂര കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ബട്ടൂര 5:30 മണിക്ക് ശേഷമേ അവിടെ സർവ് ചെയ്യത്തുള്ളൂ, അതുകൊണ്ട് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം. ഈ ഒരു മസാല ദോശയുടെ വില വരുന്നത് 65 രൂപയാണ്. ഉഴുന്നുവടയ്ക്ക് 10 രൂപ റേറ്റ് വരുന്നുള്ള കേട്ടോ. പൂരി മസാലയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ 65 രൂപയാണ്. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോട്ടൽ തന്നെയാണ് ആനന്ദ്. എന്താണെന്ന് അറിയില്ല, എപ്പോഴും വെജിറ്റേറിയൻ ഹോട്ടലിൽ ചെന്നാൽ ആദ്യം ഓർഡർ ചെയ്യുന്ന അവരുടെ മസാല ദോശ തന്നെയാണ്. നിങ്ങൾ അങ്ങനെയാണോ? എനിക്ക് മസാല ദോശ നല്ല ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ്. എന്തായാലും ഇവിടുത്തെ മസാല ദോശ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ കടകളിലും അവരുടെ മസാല ചെയ്യുന്ന രീതിയിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇവിടുത്തെ മസാല ദോശ അത്യാവശ്യം ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് 10 രൂപയുടെ ഉഴുന്നുവടയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരവും രാവിലെയും കറക്റ്റ് ആ ഒരു ഇടവേള ടൈമിൽ മാത്രമേ ഈ ഒരു ഉഴുന്നുവട അവർ സെർവ് ചെയ്യാറുള്ളൂ. അത്യാവശ്യം നല്ല ചൂടോടുകൂടിയാണ് സെർവ് ചെയ്യുന്നത്. നമ്മൾ മുമ്പ് ഒരു ഹോട്ടലിൽ പോയി കഴിച്ച പോലെ തന്നെയാണ്. സമയത്തിന് മാത്രമേ ഇവിടെ ആ ഉഴുന്നുവട അവർ മേയ്ക്കാറുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഉഴുന്നുവട നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്. ഇന്ന് എൻ്റെ കൂടെ നമ്മുടെ ഒരു ഫ്രണ്ട് ചേട്ടനും കൂടെ ഉണ്ട്, അത് ഞാൻ പരിചയപ്പെടുത്തി തരാം. എന്തായാലും അവരുടെ ഫുഡ് അത്യാവശ്യം നല്ല ടേസ്റ്റോടുകൂടി തന്നെയാണ് അവർ വിളമ്പുന്നത്. നമ്മൾ സിറ്റിയിൽ നിന്ന് കുറച്ച് മാറി നിൽക്കണോണ്ടേ വലിയ തിരക്കൊന്നുമില്ല, നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് നമുക്ക് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും. സിറ്റിയിൽ നിന്ന് അല്പം മാറി സ്ഥിതി ചെയ്യുന്ന കടകളിൽ അവരെപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഫുഡ് കൊടുക്കാറുള്ളത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. മസാല ദോശയുടെ കൂടെ വിളമ്പുന്ന കറികളെല്ലാം വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് അവരുടെ സാമ്പാറിന് പുറമെ തേങ്ങാ ചട്നിയും തക്കാളി ചട്നിയൊക്കെ അവർ അതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നുണ്ട്. സാമ്പാറും മസാലയും എപ്പോഴും വലിയൊരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. ഈ ഇരിക്കുന്നതാണ് നമ്മുടെ അനൂപേട്ടനാണ്. അനൂപേട്ടനും ഈ ഹോട്ടലിന് തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒന്ന് കഴിക്കാറുണ്ട് കേട്ടോ. നല്ല ചൂടോടുകൂടിയുള്ള ഉഴുന്നുവടയും തക്കാളി ചമ്മന്തിയായിട്ട് നിങ്ങളൊന്ന് മിക്സ് ചെയ്ത് കഴിക്കണം കേട്ടോ. അത് വേറെ ലെവൽ ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം വെജിറ്റേറിയൻ ഫുഡ് പ്രേമികൾക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ ഒരു മസാല ദോശ തന്നെയെന്നാണ്. ഇനി അവരുടെ പൂരി മസാല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു പൂരി മസാലയുടെ റേറ്റ് വരുന്നത് 65 രൂപയാണ്. ഇതിൻ്റെ കൂടെ തന്നെ അവരുടെ മസാലയുണ്ട്, പിന്നെ ചമ്മന്തിയുണ്ട്. സവാള വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ അഡീഷണലായിട്ട് ആഡ് ചെയ്ത് തരും. ഞാൻ ചന്നാ ഭട്ടൂര കഴിക്കാൻ വന്നതാണ് കേട്ടോ. അത് ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ഞാൻ ഓർഡർ ചെയ്തത്. എന്തായാലും നല്ല സ്മൂത്ത് പൂരിയാണ്. അത്യാവശ്യം മസാല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് പൂരിയും നല്ലതുപോലെ കഴിക്കാൻ പറ്റും ആ ഒരു ചെറിയ ബഡ്ജറ്റിൽ. പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടം പൂരിയും ചമ്മന്തിയാണ് കേട്ടോ. നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മസാല എന്തായാലും വേറെ ലെവൽ ടേസ്റ്റാണ്. ഇവിടെ ഉച്ചയ്ക്ക് ഊണ് കിട്ടത്തില്ല കേട്ടോ. വെജിറ്റബിൾ ബിരിയാണി മാത്രമാണ് അവർ ഉച്ച സമയത്ത് സർവ് ചെയ്യുന്നത്. ചില ഡിഷുകളെല്ലാം അതത് സമയത്ത് മാത്രമേ അവർ സർവ് ചെയ്യത്തുള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ച് വേണം ഇവിടെ കഴിക്കാൻ പോകാൻ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോട്ടലായിരിക്കും ഇത്. ഇതുവഴി പോകുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട. വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു കോഫി മസ്റ്റാണ്. ഇത് നെസ്കഫേയുടെ കോഫിയാണ്. കോഫിയുടെ റേറ്റ് വരുന്നത് 20 രൂപയാണ്. ഇന്നത്തെ ഫുഡ് കൊള്ളായിരുന്നു കേട്ടോ. മസാല ദോശ നല്ല വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള മസാല ദോശയാണ്. പൂരിയും ആണ് ഞാൻ ട്രൈ ചെയ്തത്. ഇവിടെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഡിഷസ് ഉണ്ട്, ബട്ടൂരൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ മരുതൻകുഴി വഴി പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴിക്കുക. നല്ല ഫുഡാണ്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഉച്ചയ്ക്ക് ഊണ് ഇല്ല കേട്ടോ, ടിഫിൻ മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്കും ഷെയറും ചെയ്യാനും മറക്കില്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.